മുഖ്യമന്ത്രി അതേ രീതിയിലാണ് വണ്ടിയിൽ നിന്നിറങ്ങിയും മുഖ്യമന്ത്രി വളരെ വയലന്റ് ആയിട്ടാണ് സംസാരിച്ചത്. നമ്മൾ ഞെട്ടിപ്പോയി. ഈ പറഞ്ഞ കോളേജിലുള്ള പിള്ളേര് അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്ന അതേപോലത്തെ ഒരു ശൈലിയിൽ പുള്ളി പീതാംബരം കുറുപ്പിനെ പോലെ ഉള്ള ഒരാള് ഇത്രയും സീനിയർ ആയിട്ടുള്ള പുള്ളിയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി വലിച്ചെടുത്ത് ദൂരെ കൊണ്ട് കളഞ്ഞു. എത്രയും നടക്കാൻ പോലും വയ്യാത്തൊരു ആളാണ്. അത് കഴിഞ്ഞാണ് ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വന്നാണ് എല്ലാരെയും അങ്ങ് ഷൗട്ട് ചെയ്യുകയും ചെയ്തു. നമ്മൾ അതിനകത്ത് മറുപടി ഒന്നും പറഞ്ഞില്ല. പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങൾ ഇവിടെ ബഹിഷ്കരണം നടത്തി. ഇവിടെ ഈ വർഷം ചതയ ദിനം വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയും നമ്മൾ തിരിച്ച് MLA-യും മേയർക്കും ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ വിളിച്ചു പറഞ്ഞു നമ്മളിവിടെ ഇത് ഇത്തവണ ചതയ ദിനം നടത്തുന്നില്ല ബഹിഷ്കരിക്കുകയാണ്. ഈ വർഷം ചതയ ദിനം വേണ്ടെന്ന് തീരുമാനിച്ചു. നേരത്തെ നമ്മള് പുള്ളിയെ കണ്ട് ഏതാണ്ട് പ്രസിഡന്റും ഞാനും ഞങ്ങൾ 4 പേരും പോയാണ് സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ ടൈമാണ് നമ്മൾ വെച്ചത്. 7 മണി എന്നുള്ളത് 6 മണിക്ക് വെക്കാൻ പറഞ്ഞു. ചെമ്പഴന്തിയിൽ 6:30 പോകണം. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം നോട്ടീസ് ആയതിനു ശേഷം നോട്ടീസ് ഞങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്തു. അപ്പോഴും അതിനുശേഷം എന്ത് നടന്നു? ഈ ഡയറിയിൽ എഴുതി വെച്ച കാര്യമാണ്. പിന്നെ ഡയറിയിൽ നിന്ന് ഇതെല്ലാം മാഞ്ഞു പോയ കാര്യമൊന്നും നമുക്കറിയത്തില്ല. വണ്ടി ഇവിടെ നിർത്തിയതാണോ? വണ്ടി നിർത്തിയ വണ്ടി ഇവിടെ 2 സൈഡിലും നിറച്ച ആള് കിടന്നപ്പോഴത്തേക്ക് വണ്ടി ബ്ലോക്കായി സ്ലോ ആയി. അപ്പൊ പീതാംബരക്കുറുപ്പ് ഉൾപ്പെടെ ഞങ്ങള് എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ വിളിച്ചു. ഒന്നിറങ്ങി ഒരു ദീപം തെളിയിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വണ്ടിക്കകത്തിരുന്ന് ആദ്യം പറ്റൂല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ വണ്ടി സ്ലോ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇറങ്ങി ഞങ്ങളെല്ലാവരും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പെട്ടെന്ന് ഇദ്ദേഹം അങ്ങ് വയലന്റ് ആയി. എന്ന് വണ്ടി കയറി പെട്ടെന്ന് അങ്ങ് പോയി. ഇല്ല, ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ വരൂല്ല എന്ന് പറഞ്ഞു. അപ്പൊ പോവുകയും CM-ന്റെ ഇവിടെ ഇറങ്ങാത്ത കാര്യം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് വൈകിട്ട് 5:30 വരെ പുള്ളി വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നു. അപ്പൊ അത് പറയാൻ കാരണം ഇന്നലെ രാവിലെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു. പ്രോട്ടോകോൾ ഉണ്ട്, അത് നിങ്ങൾ ഇന്നത് പാലിക്കണമെന്ന് പറഞ്ഞു. അത് പ്രകാരം നമ്മൾ സ്റ്റേജ് എല്ലാ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യും. അപ്പോഴും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് കഴിഞ്ഞ് അവര് വന്നാണ് നമ്മുടെ പറഞ്ഞത് ഗുരുമല മണ്ഡപം വരെയുള്ള സ്ഥലത്ത് കസേരയൊന്നും ഇടാൻ പാടില്ല, പുള്ളിക്ക് നടന്നു വരണം. അപ്പൊ അതിനുവേണ്ടി പുള്ളിയെ സ്വീകരിക്കാൻ വേണ്ടി പരവതാനി നമ്മൾ ഇട്ട് ഈ ഏരിയയിലുള്ള മുഴുവൻ എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ വിളിച്ച് ഇദ്ദേഹം വരുമ്പോ ഇദ്ദേഹത്തിന് പുഷ്പാർച്ചന ചെയ്ത് ഇദ്ദേഹത്തെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇവിടെ നിന്നത്. 5:30 മണിയായപ്പോഴത്തേക്കാണ് പോലീസ് വന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ്, ലിസ്റ്റില് പോലീസ് കൊടുത്ത അതിനകത്ത് ജയന്തിയില്ല, ചെമ്പഴന്തിയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊരു മാനസികമായിട്ട് നമുക്ക് നല്ല വിഷമം തോന്നി. ഇതിനു മുമ്പുള്ള പല മുഖ്യമന്ത്രിമാരും ഇവിടെ വന്ന് പുഷ്പാർച്ചന നടത്തുകയും